ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ ഇത് മാത്രം മതി. കരുവാട് കഴിക്കില്ലെന്നും ഇത് ഇഷ്ടമല്ലെന്നും പറയുന്നവർക്കായിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കൂ. ഇത് തയ്യാറാക്കാനായി നിറക്കൂട്ട് വ്ളോഗ്സിനൊപ്പം കൂടിക്കോളൂ. ആദ്യമായിട്ട് കരുവാട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് കരുവാടിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല. കരുവാടിൽ നല്ല ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാനുണ്ട്. 3 സവാളയും 2 പച്ചമുളകുമാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. 3 സവാള കുനുകുന ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പച്ചമുളകും അതുപോലെ 2ആയി കീറിയെടുക്കുക. അരിഞ്ഞെടുത്ത സവാളയും പച്ചമുളകും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാളയിലേക്കും ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. മുളക് പൊടി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക. ചെറിയൊരു കളർ കൂടി ലഭിക്കുന്നതിനാണ് ഞാൻ കാശ്മീരി ചില്ലി കൂടി ചേർക്കുന്നത്. പൊടികളെല്ലാം ഇട്ട ശേഷം സവാള നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പൊടികളെല്ലാം സവാളയിലും മുളകിലും പിടിക്കാനായിട്ട് കുറച്ച് നേരം വെച്ചിരിക്കുക. അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി വീത്തുക. എണ്ണ ചെറുതായി ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓരോ കരുവാടും അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 10 കരുവാടാണ് എടുത്തിരിക്കുന്നത്. എല്ലാ കരുവാടുകളും ഒരു പ്രാവശ്യത്തെ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കീറി വെച്ച പച്ചമുളകുകൾ കൂടി ഇട്ട് കൊടുക്കുക. എണ്ണ നിറച്ച് കൈകൊള്ളാതെ സൂക്ഷിക്കണേ കൂട്ടുകാരെ. ഒരു ഭാഗം ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും മറുഭാഗം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറുഭാഗം പെട്ടെന്ന് തന്നെ മൂത്ത് വരും. കരുവാട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. കരുവാട് നല്ലതുപോലെ നന്നായി മൂപ്പിച്ചെടുക്കരുത്. അതിന് മുമ്പ് തന്നെ കോരി മാറ്റേണ്ടതാണ്. കരുവാട്ടിലൊപ്പം ഇട്ട മുളകുകളും ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കരുവാടുകൾ കോരി മാറ്റാവുന്നതാണ്. കരുവാടുകളെല്ലാം കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ള എണ്ണയിലേക്കായിട്ട് മാറ്റിവെച്ച സവാളകളെല്ലാം ചേർത്ത് കൊടുക്കുക. എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അടപ്പ് പാത്രം ഉപയോഗിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂടി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി സവാള ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സവാള ഒന്ന് നന്നായിട്ട് വരണ്ട് വരുന്നതിനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. സവാള ഏകദേശം ഒന്ന് വരണ്ട് വന്നാൽ കരുവാട് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സവാള ഏകദേശം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കരുവാട് കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. സവാളയിലേക്ക് കരുവാടിൻ്റെ ഗുണങ്ങൾ കൂടി ലഭിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴും തീ ലോ ഫ്ലെയിമിൽ തന്നെ തുടരണം. കരുവാട് പൊടിഞ്ഞു പോവാതെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതുമാത്രമല്ല, അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാദിഷ്ടമായ കരുവാട് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ചോറിനൊപ്പവും നല്ല പഴങ്കഞ്ഞിക്കൊപ്പവും കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റിയാണ്. അവിച്ച മരിച്ചിലിക്കൊപ്പവും നല്ല കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായവും പറയാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.